ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബജിക്കടയിലെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ വീട്ടിലുണ്ടാക്കിയെടുത്താലോ? അതിനുള്ള റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറുപയർ, ശർക്കര, മൈദ, മഞ്ഞൾപ്പൊടി, ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത്, പിന്നെ കുറച്ച് എള്ളും. നമുക്കാദ്യം പയർ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിലാണ് എല്ലാം കാണിക്കുന്നത്. ഞാനിവിടെ 1 കിലോ പയറാണ് ഈ പാത്രത്തിൽ അളന്നെടുത്തേക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ പയർ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്ത് വേണം പയർ വേവിക്കാൻ. കാരണം പയർ ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ പാകത്തിന് വെന്തും കിട്ടണം. പയർ നന്നായി കഴുകിയെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. 4 വിസിലടിച്ചതിന് ശേഷം നമുക്കത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് സുഖിയന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാവേ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും എള്ളും ജീരകവും കുറച്ചുപ്പും കൂടി ശകലം വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാനത് കാര്യമായിട്ട് കാണിക്കാത്തത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയപ്പം നമ്മൾ എങ്ങനെയാണോ മാവ് റെഡിയാക്കുന്നത് അതേ സെയിം റെസിപ്പി തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏത്തക്കയുടെ മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കണം, സുഖിയൻ്റെ മാവ് അതിനേക്കാളും കുറച്ച് ലൂസായിട്ടിരിക്കണം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ 1 കിലോയ്ക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ വലിയൊരു പാത്രത്തിലോട്ട് നമുക്കത് അരിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വെള്ളം നന്നായി വറ്റിച്ചതിന് ശേഷം ഒരു നൂൽ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുവാണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഒട്ടും വെള്ളം കാണാൻ പാടില്ല. നന്നായിട്ട് തേങ്ങയുടെ വെള്ളവും ഈ ശർക്കരയുടെ വെള്ളവും എല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കാരണം വെള്ളമായി ഉണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. പയർ കഴുകിയെടുക്കുമ്പം നമ്മൾ അളവിനേക്കാളും കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുക്കർ തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളം കാണാൻ പാടില്ല. ഇതുപോലെ നമ്മൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാൽ പയർ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ വെന്തിരിക്കുകയും വേണം. അപ്പം പയർ വേകാതിരുന്നാലും സുഖിയന് ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ പയർ നമ്മുടെ വെള്ളമൊന്നുമില്ലാതെ വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ശർക്കരയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര പയറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ കുക്കറിന് 4 വിസിലടിച്ചതിന് ശേഷം നമ്മൾ ആ വിസിൽ എയർ തുറന്നു വിടാതെ വേണം വാങ്ങി വെക്കാനേ. അപ്പോൾ അത് അവിടെ ഇരുന്ന് എയർ തന്നെത്താൻ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം പയർ വേവിച്ചെടുക്കാൻ. 4 വിസിലടിച്ച് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ആക്കണം. പയറുടെ ഏകദേശം റെഡി ആയിട്ടുണ്ടേ. നമ്മുടെ ശർക്കരയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. പയർ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയർ വാങ്ങി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കടയിൽ വെച്ചാണ് ഞാനിതിനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ മാവിൽ മുക്കിയിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഉരുളകൾ ഇട്ട് കൊടുക്കാൻ. കാരണം ഇത് തമ്മിൽ കൂട്ടി പിടിക്കാനും പെട്ടെന്ന് അടി പിടിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മളത് നന്നായിട്ടൊന്ന് തീ കുറച്ച് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. സുഖിയൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.